ഒരു പ്രോപ്പർ ഇന്ററാക്റ്റീവ് റോബോട്ടാണ്. ഇവനോട് ഇപ്പം പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടും, ഇവനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞ ഡാൻസ് കളിക്കും. ഹായ് റോബോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം സൂപ്പറാണ്. ഞാൻ ഇവിടെ നിങ്ങളെല്ലാം കാണാൻ റെഡിയായിരിക്കുന്നു. ഒരു ഡാൻസ് കളിക്കാവോ? പിന്നെ ഷെയ്ഖിന്റെ പറഞ്ഞ ഷെയ്ഖാൻ്റെ കൊടുക്കും. അങ്ങനെ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. കോട്ടയം നഗരത്തെ പറ്റി ഒന്ന് പറയാവോ? കോട്ടയം നഗരത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. ഫസ്റ്റ് എന്ന് പറയാൻ നമ്മളിപ്പം ഒരു ഇവന്റിനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഒരാൾ വരുവാണെങ്കിൽ അതൊരു കളർഫുൾ ആക്കാനായിട്ട് നമ്മുടെ റോബോട്ട്സിനെ അവിടെ കൊണ്ടുവരാൻ പറ്റും. മറുനാടൻ മലയാളി ഓൺലൈൻ ന്യൂസ് ചാനൽ അറിയാമോ? മറുനാടൻ മലയാളി ഒരു പ്രമുഖ ഓൺലൈൻ മലയാളം ന്യൂസ് ചാനൽ തന്നെയാണല്ലോ. അവർ രാഷ്ട്രീയവും സാമൂഹികവും മറ്റു പല വിഷയങ്ങളെ കുറിച്ചുമുള്ള വാർത്തകൾ നൽകുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നമുക്ക് ലെസൺസ് കൊടുക്കാം. ഇപ്പോൾ CBSE ആണെങ്കിൽ CBSE ക്ലാസ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ലെസൺസ് കൊടുക്കാൻ പറ്റും. കേരള സിലബസ് ആണ് കേരള സിലബസ്. എൻ്റെ ഒരു മോട്ടോ എന്ന് പറയാൻ നമുക്ക് എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പിള്ളേരെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ AI എന്ന് പറഞ്ഞാൽ നമ്മൾ ചാറ്റ് ബോട്ട്സ് ആണ്. AI ഇനി ഫിസിക്കലായിട്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇതിലാണ് റോബോട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നത്. ഡെഫിനറ്റ്ലി 3 or 4 ഇയേഴ്സിനുള്ളിൽ നല്ലപോലെ ബൂമിങ് ആണ് ഒരു ഫീൽഡാണ്. അത് ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ്. നമസ്കാരം. 23-ാമത്തെ വയസ്സിൽ സ്വന്തമായൊരു റോബോട്ടിക് കമ്പനി. കോട്ടയംകാരൻ അബി താലിബ് നിർമ്മിക്കുന്ന റോബോട്ടുകൾക്ക് ഇപ്പോൾ വിദേശത്തും ആവശ്യക്കാർ ഏറുകയാണ്. പിന്തുണയുമായി ഗൂഗിളിൻ്റെ കൂടി സഹായം ലഭിച്ചതോടെ സ്വപ്ന തുല്യമാണ് അബിയുടെ ഈ സംരംഭം. മനുഷ്യരെ പോലെ ഇടപെടാനും പെരുമാറാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്ന AI റോബോട്ടുകളാണ് അബിയുടെ വജ്രായുധം. അവ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റോബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള റോബോട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ഒരു വേർഷനാണ്. ഇവനെ നമ്മൾ അൽബീർ സ്കൂൾസ് എന്ന് പറയുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഓഫ് ഒരു 500+ സ്കൂൾസ് നെറ്റ്വർക്ക് ഉണ്ട്. അവർക്ക് UAE ലും മസ്കറ്റിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ സ്കൂൾസുകളുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്ത റോബോട്ടാണ് ഇവൻ ആക്ച്വലി പിള്ളേർക്ക് കൊച്ചു പിള്ളേർക്ക് പ്രൈമറി സ്കൂൾസിന് വേണ്ടിയിട്ട് പിള്ളേർക്ക് ഗെയിംസ് കളിക്കാനായിട്ട് ഗെയിമിഫൈഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. അപ്പം പിള്ളേർക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും, ഗെയിംസ് രീതിക്ക് അവർ ലേൺ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് തന്നെ ഇവർക്ക് സ്റ്റോറീസ് വാച്ച് ചെയ്യാം, എങ്ങനെ ലേണിംഗ് സ്റ്റോറീസ് പല കാര്യങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റും ഇവർക്ക്. ഇത് ആക്ച്വലി ഒരു നമ്മൾ പ്രൈമറി സ്കൂൾസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തതാണ്. പിന്നെ ഇവൻ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. അപ്പം ഇവൻ ആക്ച്വലി വെറും ഒരു പ്രോപ്പർ ഇന്ററാക്റ്റീവ് റോബോട്ടാണ്. ഇവനോട് ഇപ്പം പാട്ട് പാടാൻ പറഞ്ഞ പാട്ട് പാടും, ഇവനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ ഡാൻസ് കളിക്കും, പിന്നെ ഷെയ്ഖാൻ്റെ പറഞ്ഞാൽ ഷെയ്ഖാൻ്റെ കൊടുക്കും. അങ്ങനെ ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ 2-3 സ്ഥലത്തായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് എന്ന് പറയാൻ നമ്മളിപ്പം ഒരു ഇവന്റിനായിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻ ഒരാൾ വരുവാണെങ്കിൽ അതൊരു കളർഫുൾ ആക്കാനായിട്ട് നമ്മുടെ റോബോട്ട്സിനെ അവിടെ കൊണ്ടുവരാൻ പറ്റും. വരുന്ന ആൾക്കാരെ ഗസ്റ്റിനെ ഗ്രീറ്റ് ചെയ്യാം. ആൾക്കാരിപ്പം പുതിയൊരാൾ വരുവാണെങ്കിൽ ആളുടെ പേര് വെച്ചിട്ട് നമ്മൾ നേരത്തെ നമ്മുടെ റോബോട്ടിനെ ടീച്ച് ചെയ്യാൻ പറ്റും. ഇന്ന ആൾ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഷെയ്ഖാനോട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു ഓഡിയൻസ് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് അനൗൺസ്മെന്റ്സ് നടത്താൻ പറ്റും. പിന്നെ ഡാൻസ് പിള്ളേരോടൊപ്പം ഡാൻസ് കളിക്കാൻ പറ്റും. ഇങ്ങനെ പല കാര്യങ്ങൾ ഒരു ഇവന്റിന് ചെയ്യാൻ പറ്റും. ഹായ് റോബോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാം സൂപ്പറാണ്. ഞാൻ ഇവിടെ നിങ്ങളെല്ലാം കാണാൻ റെഡിയായിരിക്കുന്നു. നിങ്ങൾക്കും എല്ലാവരും ഹാപ്പിയാണോ? ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. എടാ, എനിക്ക് ഷെയ്ഖാൻ്റെ തരാമോ? ഞാനോ ഒരു ഷെയ്ക്കാൻ തരാം. മാതൃകപരമായ ഒരു ഷെയ്ക്കാൻ കിട്ടാൻ റെഡിയായിരുന്നോളൂ. ഓക്കെ, താങ്ക് യു. ഒരു ഡാൻസ് കളിക്കാവോ? Hear the crowd, feel the sound, we ignite the night. Step by step, we rise up, shining in the light. No more limits, we move. പിന്നീട് നമ്മൾ മെയിൻലി നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവർക്ക് നമ്മുടെ റോബോട്ട്സിനെ അവരുടെ ടീച്ചർമാരുടെ കൂടെ തന്നെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിൽ നമുക്ക് ലെസൺസ് കൊടുക്കാം. ഇപ്പോൾ CBSE ആണെങ്കിൽ CBSE ക്ലാസ് സ്പെസിഫൈഡ് ആയിട്ടുള്ള ലെസൺസ് കൊടുക്കാൻ പറ്റും. കേരള സിലബസ് ആണ് കേരള സിലബസ് നമുക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഇവൻ ക്ലാസ്സിൽ ടീച്ചർമാരോടൊപ്പം പഠിപ്പിക്കും, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കും. അപ്പം പിള്ളേർക്ക് കുറച്ചുകൂടെ ഒരു റോബോട്ടിനോട് ഡൗട്ട്സ് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും ചോദിക്കാം, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റോബോട്ടിൻ്റെ ഒരു ഓവറോൾ. ഇപ്പം എത്ര റോബോട്ടുകളെ നിർമ്മിച്ചു? ഇതുവരെ നമ്മൾ ആക്ച്വലി 4 റോബോട്ട്സ് നിർമ്മിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഓൾറെഡി സോൾഡായി. ഇതിപ്പം നമ്മുടെ ഒരു പുതിയ റോബോട്ട് മോഡൽ നമ്മൾ വേറൊരു വേർഷൻ 3 റോബോട്ടും ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ മന്ത് ലാസ്റ്റോടെ നമ്മൾ സൗദിയിലോട്ട് നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട്. നമ്മൾ ഡെഫിനറ്റ്ലി അത് കൊടുക്കുമായിരിക്കും. പിന്നെ നമുക്ക് കുറേ ഓർഡേഴ്സ് അവിടെ നിന്നും നോർത്തിൽ നിന്നും അതുകൂടാണ്ട് തന്നെ കോഴിക്കോട് 2-3 സ്കൂളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ഗൂഗിൾ സപ്പോർട്ട് ചെയ്തത്? ആക്ച്വലി 2025 ഗൂഗിൾ ഫോർ സ്റ്റാർട്ടപ്സ് ക്യാമ്പസ് ഫണ്ട് ഫ്യൂച്ചർസ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഹ്യൂജ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ടോപ്പ് 25 ഡീപ് ടെക് സ്റ്റാർട്ടപ്സ് അവർ സെലക്ട് ചെയ്ത് അങ്ങനെ ആ 25 സ്റ്റാർട്ടപ്സിനെ പല സോണിലായിട്ട് IIT മദ്രാസ്, IIT ഡൽഹി, IIC ബാംഗ്ലൂരിലായിട്ട് ഇവർ കോമ്പറ്റീഷൻ നടത്തി. അതിൽ നമ്മൾ റീജിയണൽ റൗണ്ട് എന്നതിന് പറയുന്നത്, അതിൽ നമ്മൾ ഫസ്റ്റ് അടിച്ചു. അങ്ങനെ ഈ ഫസ്റ്റ് അടിച്ച് ഈ 5 സോണിൽ നിന്നും ഫസ്റ്റ് സെക്കൻഡ് അടിച്ച് 10 ടോപ്പ് 10 സ്റ്റാർട്ടപ്സ്, ഇന്ത്യയിലെ തന്നെ ടോപ്പ് 10 സ്റ്റാർട്ടപ്സിൽ വൺ ഓഫ് സ്റ്റാർട്ടപ്സ് നമ്മളായിരുന്നു. അവരെ ഗൂഗിളിൻ്റെ HQ ഇൻവൈറ്റ് ചെയ്തു. അവിടെ നമ്മുടെ HDFC ബാങ്കിൻ്റെ ഫൗണ്ടേഴ്സ്, അങ്ങനെ വലിയ വലിയ VC ഫണ്ടിങ് ആൾക്കാരായിരുന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഞങ്ങൾ പിച്ച്, നമ്മുടെ ഐഡിയ, നമ്മുടെ റോബോട്ട്സിനൊക്കെ പിച്ച് ചെയ്തു. അങ്ങനെ അവർ നമുക്ക് ഗൂഗിള് ഒരു ഓൾമോസ്റ്റ് $25,000 വർത്തായിട്ടുള്ള ഫണ്ടിങ് വന്നു ഫോർ ക്രെഡിറ്റ്സും. പിന്നെ ഗൂഗിളിൻ്റെ എംപ്ലോയീസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ഞങ്ങൾ ഇവൻസിനെ അവർ വിളിക്കും. അങ്ങനെ ഒരു പ്രോപ്പർ സപ്പോർട്ട് എനിക്ക് ഗൂഗിൾ നൽകിയിട്ടുണ്ട്. 25 lakhs നമുക്ക് ഓൾമോസ്റ്റ് 25 lakhs INR വർത്തായിട്ടുള്ള ക്രെഡിറ്റ്സും പിന്നെ ബാക്കിയുള്ള ഫണ്ടിങ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് മാത്രമാണ് ഗൂഗിളിന്റെ സപ്പോർട്ട്, വേറെ അല്ലല്ലോ. ബാക്കി നമുക്ക് ഇപ്പം ഗൂഗിളിലെ മൈ ബിസിനസ് പ്ലസ് അക്കൗണ്ട്സ് അവർ ഒരു ഓൾമോസ്റ്റ് 300+ അക്കൗണ്ട്സ് അവർ ഫ്രീ ആയിട്ട് നമുക്ക് നൽകി. ഒരു അക്കൗണ്ടിന് പെർ മന്ത് ഓൾമോസ്റ്റ് $2,500 ആവുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവർ ഫ്രീ ആയിട്ട് നൽകി. പിന്നെ ഗൂഗിളിൻ്റെ എഞ്ചിനീയേഴ്സ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ ഫുൾ അവർ സപ്പോർട്ട് ചെയ്ത് തരും. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫോർ സ്റ്റാർട്ടപ്സിൻ്റെ. അങ്ങനെ അതൊരു വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ 21ാമത്തെ വയസ്സിൽ ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ വലിയൊരു ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ബിഗ് ടീമും എൻ്റെ ഫാമിലിയും പിന്നെ ബാക്കി ഉള്ള എല്ലാ ആൾക്കാരും സപ്പോർട്ടിനുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് ഞാൻ തായ്വാനിലൊരു ഇൻറ്റേൺഷിപ്പ് പോയപ്പം അവിടെ ഞാൻ ഡ്രോൺസിൽ റോബോട്ടിക്സിൽ തന്നെ വർക്ക് ചെയ്തായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഇതിലോട്ടൊരു ഇഷ്ടം തോന്നിയത്. അങ്ങനെ ഞാൻ പിന്നെ അബുദാബി ഡിഫൻസിൽ ഒരു 6 months ജോലിക്ക് ഉണ്ടായിരുന്നു. റോബോട്ടിക്സ് എഞ്ചിനീയറായിട്ട് അവിടുത്തെ R&D ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഫുൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുവാണ്. പഠിച്ചത് എവിടെയാണ്? ഞാൻ പഠിച്ചത് സെയിൻറ്റ് കിറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കോട്ടയത്തെ കോളേജിലാണ് പഠിച്ചത്. ഏതാണ്? ഞാൻ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, BTech ഇൻ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനാണ് പഠിച്ചത്. ഏതായാലും സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ വേണ്ടി അത് പ്ലാൻ എടുക്കുമായിരുന്നു അല്ലേ? എൻ്റെ ഒരു മോട്ടോ എന്ന് പറയാൻ, നമുക്ക് എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പിള്ളേരെ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോഴത്തെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് എന്ത് എടുക്കണം എന്നുള്ളൊരു ഡൗട്ടിലാണ്. ഈവൻ പിള്ളേരാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിലും പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. അപ്പോൾ ആ ഡൗട്ട് മാറ്റി നമ്മുടെ റോബോട്ട്സ് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്ത് എങ്ങനെ അവരെ റൈറ്റ് പാത്തിലോട്ട് ഗൈഡ് ചെയ്ത് വിടാന്നുള്ളതാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്, നമ്മുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. അപ്പം കൂടുതൽ പഠനത്തിൽ അവർക്ക് കുറച്ചുകൂടി പ്രയോജനകരമാകുന്ന തരത്തിലുള്ള പഠനം മാത്രം കൂടാതെ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്കൊരു 6 months, നമ്മളൊരു 6 months അവരെ പ്രോപ്പറായിട്ട് നമ്മുടെ റോബോട്ട് ഇൻട്രാക്ട് ചെയ്യും. അതിനുശേഷം ഒരു പ്രോപ്പർ റിപ്പോർട്ട് അവരുടെ പേരൻസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും കൊടുക്കാൻ പറ്റും. ആ ഒരു റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവും ഈ കുട്ടിക്ക് എന്താണ് നെക്സ്റ്റ് പഠിക്കാൻ താല്പര്യമുള്ളത്, അല്ലെങ്കിൽ എന്തിലോട്ട് പോകാൻ താല്പര്യം ഉണ്ടെന്നുള്ള രീതിക്ക്. അപ്പോൾ അത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രോപ്പറാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി ആ ഓപ്പർച്യൂണിറ്റി നേടിയെടുത്തത്? നമുക്ക് ആക്ച്വലി ഒരു ബിഗ് ചെയിൻ ഓഫ് നെറ്റ്വർക്ക്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ കൗൺസിലുണ്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. പിന്നെ എൻ്റെ കോളേജിൽ IEDC എന്ന് പറയുന്ന ഒരു ഈ ഇന്നോവേഷൻ ഫോർ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഒരു സാറൊക്കെ ആയിട്ട് കൊളാബ് ചെയ്ത് സംസാരിച്ചപ്പോഴത്തേക്കിനും അവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ ട്രൈ ചെയ്തു എക്സൈറ്റ്ലി. വിദേശ രാജ്യങ്ങളിലെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസും കിട്ടി. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ മേഖലയിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ ആരാണ്? ആക്ച്വലി എൻ്റെ കൂടെ ഒപ്പം നിന്ന് നമ്മുടെ തന്നെ സ്റ്റാർട്ടപ്പിൻ്റെ ചീഫ് ഓപ്പറേഷൻ ഓഫീസറുണ്ട്, അയ്യൂബ് കരുത്തോറ സാർ. അപ്പം ആള് എൻ്റെ അടുത്തൊരു റിലേറ്റീവും കൂടെയാണ്. എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ടിനുണ്ടായിരുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഡിവിജ്വൽസ് ആണ്. ഓൾമോസ്റ്റ് 40+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ആൾക്ക് റോബോട്ടിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ രീതിയിൽ R&Dയിലൊക്കെ. അപ്പം ആൾ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ചീഫ് ഓപ്പറേഷൻ ഓഫീസറാണ് നമ്മുടെ കമ്പനിയിൽ. എന്താണ് ഡ്രീം? എൻ്റെ ഡ്രീം എന്ന് പറയാൻ, നമ്മളെ റോബോട്ട്സിനെ എല്ലായിടത്തും ഈവൻ ഇൻക്ലൂഡിങ് ഫാക്ടറീസ് അല്ലെങ്കിൽ മനുഷ്യർക്ക് വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹസാരസ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സ് വർക്ക് ചെയ്യാനുള്ള സ്ഥലത്തും പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലായിടത്തും ഡിപ്ലോയ് ചെയ്യാനുള്ള പ്ലാനിലാണ്. പിന്നെ വർക്കേരിയയിലൊക്കെ റോബോട്ടുകളെ ആക്കി മാറ്റി നമുക്ക് ഹ്യൂമൻസിന് എത്താൻ പറ്റാത്ത അല്ലെങ്കിൽ ഹസാരസുള്ള എൻവയോൺമെന്റ്സിൽ നമ്മുടെ റോബോട്ടിനെ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു പ്ലാൻ. പ്ലസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാനായിട്ടും ഈവൻ ടീച്ചർമാർക്കാണെങ്കിൽ പോലും അവരെ സഹായിക്കാനായിട്ടും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രീമാണ്. അപ്പം ഈ കണ്ടുവരുന്ന പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന എന്തെങ്കിലും അപകടങ്ങളിലോ അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റിയോ ഒക്കെയോ പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള മനസ്സിൽ പ്ലാനുണ്ട്? അങ്ങനെ എന്തെങ്കിലും റോബോട്ടിനെ സഹായിക്കാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഈ വലിയ
ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഹിറ്റ് ചെയ്യാൻ നേരം, ഫോർ എക്സാമ്പിൾ എർത്ത് അങ്ങനെയെല്ലാം തുരങ്കം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ എർത്ത് ലാൻഡ് സ്ലൈഡ് ഒക്കെ വരാൻ നേരം നമ്മൾ റോബോട്ട്സിനെ ഡിപ്ലോയ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫേസിലായിരിക്കും. എന്താണ് വീട്ടിൽ സപ്പോർട്ടാണോ? ഫാദർ ഈ മേഖല തന്നെയാണ്? ഫാദറും മദറൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഫാദർ ഇതുപോലെ ഒരു IT എഞ്ചിനീയർ ആയിരുന്നു. അപ്പം ഇപ്പം കറന്റ് ബിസിനസ് ചെയ്യുന്നു. ഫാദർ നല്ല സപ്പോർട്ടാണ്. കൂടെ എൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ ഒരു ഫുൾ ടീമുണ്ട്. വീട്ടില് ഫാദർ, മദർ, ഒരു ബ്രദറും സിസ്റ്ററും. പഠിക്കുന്നവരാണ്? അവർ പഠിക്കുന്നു. ബ്രദർ ഇപ്പം കറന്റ് സെയിന്റ് റോബോട്ടിക്സ് തന്നെ ചേർന്നു. അപ്പോൾ അവനും സപ്പോർട്ടിന് കൂടെ ഉണ്ട്. അപ്പം എല്ലാവർക്കും വലിയൊരു പ്രചോദനമാണല്ലേ? തീർച്ചയായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ എപ്പോഴും കേരളത്തിൽ തന്നെ ഒതുങ്ങാതെ നമ്മൾ ബാക്കിയുള്ള പുറത്തോട്ടുള്ള രാജ്യങ്ങളിലും എക്സ്പ്ലോർ ചെയ്യുക. അവിടുത്തെ കുറേ ഫെസിലിറ്റീസും ഇൻ്റർനാഷണൽ ലെവലിൽ എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. ഇപ്പം സ്കൂളുകളിലാണെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിലും ഈ റോബോട്ട് എന്ന് പറഞ്ഞ സംവിധാനത്തിലേക്ക് ഒരുപക്ഷെ കുറേ കാലമായി എങ്കിലും കൂടുതൽ അവയർനെസ് ആയി വരുന്നതേ ഉള്ളൂ അല്ലേ? ആയി വരുന്നുള്ളൂ. ഡെഫിനറ്റ്ലി ഇപ്പം ആക്ച്വലി റോബോട്ടിക്സിന്റെ ഒരു യുഗമാണല്ലോ, ഒരു ഫേസ് ആണ്. അപ്പം ഡെഫിനറ്റ്ലി ഒരു 3 to 4 yearsനുള്ളിൽ എല്ലാ സ്ഥലത്തും റോബോട്ട്സിന് ഡിപ്ലോയിഡ് ആവും. ഫിസിക്കൽ AI എന്ന് പറയുന്ന ഒരു എൻവിറോൺമെന്റ് എല്ലാവരും കടക്കുകയാണ്. ഇപ്പോൾ AI എന്ന് പറയുന്നത് നമ്മൾ ചാറ്റ് ബോട്ട്സ് ആണ്. AI ഇനി ഫിസിക്കലായിട്ട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഇതിലാണ് റോബോട്ട്സിന്റെ ഡെവലപ്മെന്റ് വരുന്നത്. അപ്പോൾ ഇപ്പം കുറേ സ്ഥലത്ത് വലിയ കമ്പനീസ് എടുത്ത MNCs ഒക്കെ എടുത്താലും അവർ റോബോട്ട്സിൽ റിസർച്ച് വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കൂടുതൽ അവസരങ്ങളുണ്ട്, കൂടുതൽ പേർക്ക് കൂടുതൽ അവസരങ്ങളും ഉണ്ട്. ഇതിൽ വലിയ റിസർച്ച് ഫീൽഡാണ്. ഡെഫിനറ്റ്ലി 3 or 4 yearsനുള്ളിൽ നല്ലപോലെ ബൂമിങ് ആണ് ഒരു ഫീൽഡാണ്. അതായത് ഒരുപാട് പേർക്ക് എംപ്ലോയ്മെന്റ് ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ഡെഫിനറ്റ്ലി. ഏതായാലും റോബോട്ടിക് മേഖലയിൽ കൂടുതൽ അവസരങ്ങൾ ഇനി വരാനുണ്ട്. കൂടുതൽ പേർക്ക് ജോലി നൽകുന്നതിനുള്ളൊരു സംരംഭകനായി മാറാൻ ഇപ്പോഴും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അബി താലിഹ്. ഏതായാലും എല്ലാവിധ ആശംസകളും അബിക്കും സുഹൃത്തുക്കൾക്കും നേരുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.